പ്രോബ്ലം. സെവൻത്ത് പ്രോബ്ലം ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. സോ ഇവിടെ എന്താണ് നമുക്ക് കാണേണ്ടത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ 1/x. ഓക്കെ, അപ്പോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് സ്ക്വയർ സൈൻ 1/x. ഓക്കെ, അപ്പൊ സൈൻ 1/x ഡയറക്ട്ലി നമുക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1/0 വരും. അതെന്ത് ചെയ്യാൻ പറ്റില്ല? ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഇതിന്റെ ലിമിറ്റ് എങ്ങനെ കാണും? അപ്പൊ ഇതിന്റെ ലിമിറ്റിന്റെ അപ്ലിക്കേഷൻ വരുന്നത് നമുക്ക് സ്ക്യൂസ് തിയറം അല്ലെങ്കിൽ സാൻഡ്വിച്ച് തിയറം യൂസ് ചെയ്തിട്ടാണ് ഇത് സോൾവ് ചെയ്യുന്നത്. അപ്പൊ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് സൈൻ 1/x ബിഹേവിയർ അറിയാം. ഓക്കെ, ഈ സൈൻ 1/x വാല്യൂ എന്ന് പറയുന്നത് പീരിയോഡിക്കലി ചേഞ്ച് ചെയ്തുകൊണ്ടും, അതായത് ഈ സൈൻ 1/x വാല്യൂ വിൽ ഓസിലേറ്റ് ബിറ്റ്വീൻ 1 ആൻഡ് -1. ഓക്കെ, ഇതാണ് സൈൻ 1/x പ്രത്യേകത. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി. എന്തുകൊണ്ട് അങ്ങനെ വന്നു ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നത് സൈൻ 1/x ലിമിറ്റ് എന്ന് പറഞ്ഞാൽ -1ഉം 1ഉം, അതായത് ഈ രണ്ട് വാല്യൂയുടെ ഇടയിൽ സൈൻ 1/x ഓസിലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ്. ഇത് ഓർത്ത് വെക്കുക. ഇത് നമുക്ക് അറിയെങ്കിൽ, ഈ ഇനിക്വാലിറ്റി നമുക്ക് അറിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്ക്യൂസ് തിയറം അപ്ലൈ ചെയ്യാം. എങ്ങനെ അപ്ലൈ ചെയ്യാം? അതായത് ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ എക്സ് സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ആ ഇനിക്വാലിറ്റി എന്തായിട്ട് മാറും? -x സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ സൈൻ 1/x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നായിട്ട് മാറും. ഓക്കെ, അതായത് നമ്മൾ ആ ഇനിക്വാലിറ്റി മൊത്തം എന്ത് ചെയ്തു? എക്സ് സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോ ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇതല്ലേ നമ്മുടെ ഗിവൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ 1/x. അപ്പൊ ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്താണ്? അപ്ലൈ ചെയ്യുന്നത് സാൻഡ്വിച്ച് തിയർ ആണ്. ഓക്കെ, അപ്പൊ സാൻഡ്വിച്ച് തിയർ ആണ് പ്രീവിയസ് ക്ലാസ്സിൽ എടുത്തത്. അത് അറിയാത്തവര് പ്രീവിയസ് ക്ലാസ് നോക്കുക. ഓക്കെ, സോ സാൻഡ്വിച്ച് തിയർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ബേസിക്കലി ഇവിടെ നമുക്ക് എന്തുണ്ട്? നമുക്ക് കാണേണ്ട ലിമിറ്റ് കാണേണ്ട ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് എന്തിന്റെ ഇടയിൽ സാൻഡ്വിച്ച് ആണ്? ഇവിടെ ഒരു ലെഫ്റ്റിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ റൈറ്റിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെ രണ്ട് ഫംഗ്ഷന്റെ ഇടയിൽ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് സ്ക്യൂസ്ഡ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ സാൻഡ്വിച്ച്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ സാൻഡ്വിച്ച് തിയറം പറയുന്നത് എന്താണ്? നമ്മൾ ഇതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഈ ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ അതേ ലിമിറ്റ് വാല്യൂ തന്നെയായിരിക്കും ഈ ഫംഗ്ഷനിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അതാണ് സാൻഡ്വിച്ച് തിയറം. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഹിയർ നമ്മൾ എന്ത് ചെയ്യുക? ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 -x സ്ക്വയർ. ഓക്കെ, അപ്പൊ -x സ്ക്വയറിൽ ലിമിറ്റ് അപ്ലൈ ചെയ്തു, എക്സ് ടെൻസ് ടു 0. അപ്പം ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ, വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 -x സ്ക്വയർ മാറി എക്സ് സ്ക്വയർ. ഓക്കെ, അതായത് ഈ ടൈമിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്തു. ഈ ടൈമിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെ കിട്ടും? 0 തന്നെ കിട്ടി. ഓക്കെ, അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? ഈ ലെഫ്റ്റ് ഹാൻഡ് ഫംഗ്ഷന്റെ ലിമിറ്റ് 0, ഈ റൈറ്റ് ഹാൻഡിന്റെ 0, ഈ 0 ഈക്വൽ ടു 0. അതായത് ഈ രണ്ട് ഫംഗ്ഷന്റെ ലിമിറ്റിന്റെ വാല്യൂ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ലിമിറ്റിന്റെ വാല്യൂ എന്ത് തന്നെയാണ്? ഈ 0 തന്നെയാണ്. ഓക്കെ, അപ്പൊ അതാണ് സാൻഡ്വിച്ച് തിയറം പറയുന്നത്. അപ്പൊ നമുക്ക് ഫൈനലി ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് സ്ക്വയർ സൈൻ 1/x വാല്യൂ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ഓക്കെ.